ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത് ഇതുപോലെ വേസ്റ്റ് ഒരു മെറ്റീരിയലാണ്. ഇത് വെച്ച് ചെറിയൊരു ഫ്ലവർ വേസാണ് ചെയ്യുന്നത്. ഫ്ലവറും അതിൻ്റെ കൂടെയുള്ള വേസും. അതിന് വേണ്ടിയിട്ട് ഇതിവിടെ എന്തോ സാധനം വാങ്ങിച്ചതിൻ്റെ ഒരു ചെറിയ ബൗൾ കിടന്നതാണ്. അതിൽ ഞാൻ ഇതുപോലെ പേപ്പർ റോൾ ചെയ്തത് പേപ്പർ ടേപ്പ് കൊണ്ട് അത് ഒട്ടിച്ച് റൗണ്ട് ഷേപ്പ് ചെയ്ത് അതിലത് ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതുപോലെ നമ്മളെ കൈ കിട്ടുന്നതൊന്നും നമുക്കിതുപോലെ കളയാൻ തോന്നത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നമ്മളെ ഷോക്കേസിൽ ഡെക്കറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ അതും ഇവിടെ കിടന്നത് തന്നെയാണ്. ഒരു ബൈൻഡ് എടുത്ത് നമ്മൾ കവർ ചെയ്ത് അതിൻ്റെ അകത്ത് ചെറിയൊരു വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു സോപ്പിൻ്റെ കഷ്ണം ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ പേപ്പർ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്ന കണക്ക് തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് അതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതിന് മധ്യം കൊണ്ട് കട്ട് ചെയ്ത് അതിന് കാണിക്കുന്നത് പോലെ ഇതുപോലെ അതിനെ വീണ്ടും ഫോൾഡ് ചെയ്ത് അതിൽ നമ്മൾ ഇതിൽ കാണിക്കുന്ന കണക്ക് ഒരു ഓവൽ ഷേപ്പല്ല ഒരു എതള്, അതായത് ഒരു ഫ്ലവറിൻ്റെ ഇതാണ്ട് ആ ഒരു കോർണർ ഇതിൽ കാണിക്കുന്നത് പോലെ ഒരു കോർണർ കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്റർ നോക്കി അതും കട്ട് ചെയ്ത് കുറച്ച് ഉള്ളിലോട്ടൊന്ന് കട്ട് ചെയ്ത് അതിനൊരു ഷേപ്പാക്കി എടുക്കാനായിട്ടാണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും നമ്മളത് ഓവൽ ഷേപ്പിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സെൻറ്ററിലും കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിവർത്തിയെടുക്കുമ്പോൾ അത് ഇതുപോലെ നീളത്തിൽ കിട്ടും. രണ്ട് മടക്കാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് മടക്കായിട്ട് വെച്ച് തന്നെ അത് ചുരുട്ടി ഒരു ഫ്ലവർ ആക്കാനാണ്. ചെറിയ ഫ്ലവർ അതിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് രണ്ട് മടക്കാണ്. രണ്ട് മടക്കാകുമ്പം ഒരുപാട് ഇതളുകളുള്ളതായിട്ട് തോന്നും. ഒറ്റ മടക്കല്ല. ഇനി അതായത് ഒരു ടിഷ്യൂ പേപ്പറിൽ നമുക്ക് രണ്ട് ഫ്ലവർ ചെയ്യാൻ പറ്റും. ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നീളത്തിൽ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ചുരുട്ടി നമുക്ക് നല്ലൊരു ഫ്ലവർ നമ്മുടെ കൈ വെച്ച് ചുരുട്ടുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. അതിനെ നല്ല രീതിയിൽ ഇതുപോലെ വിടർത്തിയെടുത്താൽ നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവർ ചെയ്തെടുക്കാം. അതിനെ പിന്നെ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുക. ഇനി അത് കളർ ചെയ്യുന്നതാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇത് കളറാണ്. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. റെഡോ യെല്ലോ ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തോടെ ബ്രഷിൽ ആ കളർ എടുത്തിട്ട് ആ സ്പോട്ടിലോട്ട് പതുക്കെ നമ്മളൊന്ന് തൊട്ടാൽ മതി. അത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അതെല്ലാം താഴോട്ട് ഊർന്ന് വലിച്ചെടുക്കും. അത് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു പ്രത്യേക ഡിസൈനാക്കി തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു ഫ്ലവറിൽ ഇതുപോലെ മനോഹരമായിട്ട് അതിനെ നമുക്ക് ആ ഒരു ഫ്ലവർ ആ ഒരു ടിഷ്യൂ പേപ്പർ ആ ഒരു കളറിനെ കംപ്ലീറ്റ് ഇനി വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രത്യേക ഭംഗിയാക്കി നമുക്ക് ചെയ്യാം. ഇതൊരു 4, 5, 6 ഫ്ലവേഴ്സും ഉണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഇലകൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ആ ഒരു കൈക്ക് ആ ഒരു നമ്മളെ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാൻ അതും സാറ്റൻ റിബൺ കൊണ്ട് യെല്ലോ സാറ്റൻ റിബൺ കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. ഇനി അതിലൊരു ചെറിയ ഗോൾഡൻ ടച്ച് കൊടുത്തിരിക്കുകയാണ്. അത് ഫാബ്രിക് പെയിൻ്റ് ഉണ്ട്, ഗോൾഡൻ കളർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് ഇനി ആ ഒരു താഴെ നമ്മൾ ബ്ലൂ കളർ ഞാൻ കൊടുത്തിട്ട് അതിൽ വൈറ്റ് ഡിസൈൻ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഡിസൈനാക്കി എടുക്കുകയാണ്. അതിന് ചുറ്റും ഞാൻ ഇതുപോലെ പിങ്ക് കളറിൻ്റെ സാറ്റൻ റിബൺ വെച്ച് ഒട്ടിച്ച് നീറ്റാക്കി നല്ലൊരു ചെറിയൊരു ഫ്ലവർ ബൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ആർക്കെങ്കിലും വേണമെങ്കിലും ഗിഫ്റ്റായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും.